പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. നമ്മൾ ഇന്ന് കുട്ടികൾക്ക് ആവശ്യമായ ഒരു നെഹ്റു ക്യാപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ഇന്ത്യൻ ക്യാപ്പ് എന്ന് പറയും, ഗാന്ധി ക്യാപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു ക്യാപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ചാർട്ട് പേപ്പർ 35 സെൻറ്റിമീറ്റർ നീളവും 25 സെൻറ്റിമീറ്റർ വീതിയിലുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് പോലെ മടക്കുക. ഈ മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാണ് നമ്മുടെ തൊപ്പിയുടെ വലിപ്പം കണക്കാക്കുന്നത്. മുകളിൽ കാണുന്ന ആ ഒരു നീളം, അതാണ് തൊപ്പിയുടെ വലിപ്പം കണക്കാക്കുന്നത്. കുട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് പേപ്പറിൻ്റെ വലിപ്പം കുറച്ച് ആ മുകളിൽ കാണുന്ന ഭാഗം നിങ്ങൾക്ക് ഈ കാണുന്ന ഭാഗം നിങ്ങൾ കറക്റ്റ് ചെയ്യുക. കുട്ടികളുടെ സൈസ് അനുസരിച്ച് കറക്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുക. ഈ സൈഡിലെ ഭാഗം ബാക്കിലേക്കും ഇതുപോലെ മടക്കി വെക്കുക. രണ്ട് സൈഡും അതുപോലെ ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ഈ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ തൊപ്പിയുടെ സൈസ് വലുതായി പോകും. അത് മടക്കുമ്പോൾ കുറച്ചെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഒരു പ്രാവശ്യം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഒരു രൂപം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചും കൂടി ഇതിൻ്റെ മാറ്റങ്ങൾ വരുത്താം. അതിനുശേഷം ഇതുപോലെ മടക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അടുത്ത സൈഡും അതുപോലെ തന്നെ ചെയ്യാം. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. മടക്കുമ്പോൾ ഇത് അധികം വരുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് പാകത്തിനാക്കുക. അതിനുശേഷം നമ്മൾ ഉള്ളിൽ കാണുന്ന ഈ കോണുള്ള ഭാഗത്ത് ആ ഗ്യാപ്പിലേക്ക് ഇതൊന്ന് കയറ്റി വെച്ച് കൊടുക്കുക. രണ്ട് സൈഡും അതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാപ്പിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫെവികോളിൻ്റെ കടലാസ് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഫെവികോളിൻ്റെ ട്യൂബ് ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഈ ഫ്രണ്ടിൽ ഗ്യാപ്പ് വരുന്ന ഭാഗം, ഈ നമ്മൾ ഇതിവിടെ കയറ്റി വെച്ച ഭാഗം, അതുപോലെ തന്നെ രണ്ട് മൂലയിലും ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗമുണ്ട്. രണ്ടറ്റത്തും ഗ്യാപ്പ് വരുന്ന ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഫെവികോൾ വെച്ചിട്ട് ഒട്ടിക്കായിരിക്കും വളരെ ഭംഗി. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ഫിറ്റായിട്ട് നിന്നോളും. അപ്പോൾ തന്നെ എടുക്കാഞ്ഞാൽ മതി. അത് ശരിക്കും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം എടുക്കാം. ഇനി അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പശ ഉപയോഗിച്ചിട്ടും ഒട്ടിക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോക്ക് വേണ്ടി കാണിക്കുമ്പോൾ ഈ പശ കൊണ്ട് പെട്ടെന്ന് ഒട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒട്ടിച്ച് കാണിക്കുകയാണ്. ഇപ്പോൾ പണി കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ക്യാപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇവിടെ ഈ പശ ഇതുപോലെ പശ തേച്ച് ഒട്ടിക്കാം. അത് ഫെവികോളാണെങ്കിൽ ഏറ്റവും നന്നാവും. ആ വൈറ്റ് ഫെവികോൾ ട്യൂബിലുള്ളത് കടലാസ് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത്, അത് ഒട്ടിച്ചതിന് ശേഷം നന്നായിട്ട് ഒരു വെയിറ്റ് കയറ്റി വെച്ചിട്ട് നമുക്കൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. അപ്പോൾ നന്നായിട്ട് പ്രസ്സായിരിക്കുമ്പോൾ അടിപൊളി ക്യാപ്പായിട്ട് മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്യാപ്പ് കാണിച്ചു തരണമല്ലോ, അതുകൊണ്ട് ഈ പശ കൊണ്ട് ഒട്ടിയിട്ടില്ല. ഈ രണ്ട് മൂല ഭാഗം ഞാൻ ഒരു സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിക്കുകയാണ്, ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്. അത് നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പശ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുക. അതായിരിക്കും കുറച്ചും കൂടി വൃത്തി. ഇപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇതുപോലെയുള്ള ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടാപ്പ് ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അത്ര വൃത്തികേടായിട്ടൊന്നും തോന്നുമൊന്നുമില്ല, അറിയില്ല. ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. രണ്ട് സൈഡും ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈ ക്യാപ്പിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപയോഗിച്ചാൽ മതി. അതിന് നമ്മൾ ഇതൊന്ന് നിവർത്തണം. ഇത് രണ്ട് സൈഡിലേക്കൊന്ന് വലിച്ചിട്ട് ഉൾഭാഗം മുകളിലേക്കൊന്ന് തള്ളി കൊടുക്കാം. അപ്പോൾ ഇതൊരു തൊപ്പിയുടെ രൂപത്തിലായിട്ടുണ്ടാവും. കറക്റ്റ് നെഹ്റു ക്യാപ്പ് തന്നെ ആയിട്ടുണ്ടാവും. അപ്പോൾ വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന, ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളും നല്ല കഥകളും രസകരമായിട്ടുള്ള അറിവുകളുമായിട്ടുള്ള വീഡിയോകൾ ഇതിൽ ഞാൻ പോസ്റ്റ് ചെയ്യും.
അപ്പോൾ നിങ്ങൾ ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഈ ക്യാപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ഉണ്ട്, നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.